നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ ടെസ്റ്റ് വർക്ക് സംബന്ധിച്ച് റീസ്റ്റോറേഷൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ പല പാർട്ടുകളായിട്ട് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോ കണ്ട പലരും ചോദിച്ച ഒരു ചോദ്യമെന്ന് പറയുന്നത് ആ വാഹനം പണി ചെയ്തപ്പോൾ എത്ര രൂപ കോസ്റ്റായി. അത് ലാസ്റ്റ് ചെയ്ത വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് എത്ര രൂപ കോസ്റ്റ് ആയിട്ടുണ്ടെന്ന്, ഏതൊക്കെ പാർട്സുകളാണ് റീപ്ലേസ് ചെയ്തതെന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഈ വീഡിയോ ചെയ്യുവാനായിട്ടുള്ള പ്രധാന കാര്യമെന്ന് പറയുന്നത് ഈ വാഹനം ടെസ്റ്റ് വർക്ക് സംബന്ധിച്ച് റീസ്റ്റോറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തൊരു വ്യക്തി ചോദിച്ച ഒരു ചോദ്യം, ഒരു വ്യക്തിയല്ല പലരും ചോദിച്ച ചോദ്യമാണ്. അതിലൊരു വ്യക്തി എനിക്ക് മെസ്സേജ് ഇട്ട ചോദ്യമെന്നത്, എന്തിനാണ് കമ്പനിക്കാരെ സപ്പോർട്ട് ചെയ്ത് ഞാൻ സംസാരിക്കുന്നത് അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്നത്, ഏതൊക്കെ പാർട്സുകളാണ് നിങ്ങൾക്ക് മാറ്റിയതെന്ന് എന്താണ് ഉറപ്പ് എന്ന് ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിന്ന് ഈ ഒരു വീഡിയോ പ്രധാനമായിട്ടും ചെയ്യുന്നത്. നമുക്ക് ഈ വീഡിയോ ശ്രദ്ധിക്കാം. അതായത് ഇതിപ്പോൾ കമ്പനിയിൽ ചെയ്ത ബില്ലാണ്, കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ബില്ലാണ്. നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഓക്കെ, കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ബില്ലാണ്. ഇതെല്ലാം റീപ്ലേസ് ചെയ്ത ഐറ്റംസാണ്. ഇതെല്ലാം റീപ്ലേസ് ചെയ്ത ഐറ്റംസാണ്. പാർട്സ് നമ്പരും ബിൽ നമ്പരും എല്ലാം കിടപ്പുണ്ട്. ഈ ഇടതുവശത്ത് കാണുന്നതെല്ലാം പാർട്സ് നമ്പറാണ്. ഈ മാറിയ ഓരോ പാർട്സിൻ്റെ പാർട്സ് നമ്പറാണ് ഈ കാണുന്നത്. ഇതിൽ എനിക്ക് മെസ്സേജ് ഇട്ട വ്യക്തികളോടും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്നെ ഫോണിൽ വിളിച്ച ആൾക്കാരോടത്തും എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, ഏതൊരു വർക്ക് നല്ല പണി കമ്പനിയിലാണെങ്കിൽ ശരി തന്നെ പുറത്താണെങ്കിൽ ശരി തന്നെ അത് എവിടെ ചെയ്യോ അവിടെ ഞാൻ പണി ചെയ്യും. ഇനി ഷോറൂം കേരളത്തിലില്ല അല്ലെങ്കിൽ ഇന്ത്യ വിട്ട് പോയെങ്കിൽ കൂടിയും നമുക്ക് ഷോറൂമിൻ്റെ ഡീലർഷിപ്പ് എടുത്ത് ചെയ്യുന്ന എത്രയോ വർക്ക്ഷോപ്പുകൾ വേറെ ഉണ്ട്, അവിടെ ഞാൻ കൊണ്ടുപോകും. അതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഒരു വാഹനം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിലെ ഒരു അംഗമാണ്. ഞാൻ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ കുടുംബത്തിലെ അംഗത്തിന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലെ അംഗത്തിനെ ഏത് രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യും ആ രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോകും. എൻ്റെ വാഹനം എന്ന് പറയുന്നത് എൻ്റെ കുടുംബത്തിലെ ഒരു അംഗത്തിനെ പോലെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അവിടെ വാഹനത്തിൻ്റെ മെയിൻ്റെനൻസിന് പൈസയല്ല നോക്കുന്നത്. നമ്മുടെ കുടുംബത്തിലൊരു വ്യക്തിക്ക് ഒരു അസുഖം വന്ന് നമ്മൾ ചികിത്സ ചെയ്യാനായിട്ട് പൈസയുടെ കണക്ക് നോക്കിക്കൊണ്ടിരിക്കുമോ? ഒരിക്കലുമില്ല. അവിടെ നമ്മൾ ആ വ്യക്തി ചികിത്സ ചെയ്ത് ബെറ്ററായിട്ടുള്ള ചികിത്സ ചെയ്ത് ആ അസുഖം ഭേദമാക്കാനേ നോക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ വാഹനവും നോക്കുന്നത്. ഇതിൽ എൻ്റെ വാഹനത്തിന് ഇത്രയും മെയിൻ്റെനൻസ് വരുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്, അതായത് ഈ കോവിഡ് സമയത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഓടിയ സമയത്ത് വാഹനത്തിൻ്റെ ടോപ്പിലും സൈഡിലും മറ്റു ഭാഗങ്ങളിലെല്ലാം ഈ ഫിനോയിലും പിന്നെ ഈ സാനിറ്റൈസറും സ്പിരിറ്റെല്ലാം സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നിന്ന് തുരുമ്പ് കയറിയാണ് കൂടുതലും പാച്ച് വർക്ക് വരുവാനായിട്ടുള്ള കാരണം. അതുകൂടാതെ വാഹനം ഷെഡില്ലാതെ ഓപ്പൺ പ്ലേസിലാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾ ഈ പഴയ വീഡിയോകളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. നമ്മുടെ ചാനലിൽ വരുന്ന പഴയ വീഡിയോസൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഓപ്പൺ പ്ലേസിലാണ് വാഹനം കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ കിടന്ന് മഞ്ഞൊക്കെ കൊണ്ടിട്ടാണ് കൂടുതലും പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പോഴാ ഷെഡിൽ ആണ് ഇപ്പം അതിൻ്റെ ഒരു ചെറിയൊരു മറവുണ്ട്. ഷെഡിലാണ് വാഹനം കിടക്കുന്നത്. അപ്പോൾ അവിടെ ആകുമ്പം വേറെ കുഴപ്പമില്ല, മഞ്ഞ് കൊള്ളില്ല, മഴ പെയ്താൽ നനയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുള്ളത് കൊണ്ട് വേറെ പ്രശ്നമില്ല. പിന്നെ എൻ്റെ അടുത്ത് ഈ ചോദ്യം ചോദിച്ച വ്യക്തികളുടെ അടുത്ത് എനിക്കൊരു കാര്യം പറയുവാനായിട്ടുള്ളത്, നിങ്ങളുടെ വാഹനം പുറത്താണെങ്കിലും കമ്പനിയിലാണെങ്കിലും പണി ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ പാർട്സുകളാണ് റീപ്ലേസ് ചെയ്തതെന്നും ഏതൊക്കെ പാർട്സുകൾ അഡീഷണൽ റീസെറ്റ് ചെയ്തെന്നും ഇൻസ്പെക്ഷൻ ചെയ്ത് ഉറപ്പുവരുത്തി ഏതൊക്കെ പാർട്സുകളാണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. ഈ പറഞ്ഞ വ്യക്തികളുടെ അടുത്തെല്ലാം എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വാഹനം ഞാൻ കമ്പനിയിൽ നിന്ന് കൊണ്ടുവരുന്നതിന് മുന്നേ ആയിട്ട് ഇടയ്ക്കൊരു ദിവസം പോയിട്ട് A to Z കാര്യങ്ങൾ ഞാൻ നോക്കി ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ തന്നെ ഇതെല്ലാം മാറ്റിയ പാർട്സുകളാണ്. ഈ നോക്കുമ്പോഴറിയാൻ പറ്റും, പേപ്പറാണ് നോക്കുമ്പോൾ അറിയാൻ പറ്റും, മാറ്റിയ പാർട്സുകളാണ്. ഈ പാർട്സ് നമ്പർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ വാഹനത്തിൽ ഏതൊക്കെ പാർട്സുകൾ, ഏതൊക്കെ സ്പെയറുകൾ റീപ്ലേസ് ചെയ്തെന്നും ഏതൊക്കെ ബോഡി പാർട്സുകൾ രണ്ടാമത് ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ടെന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അതുകൂടാതെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഏതൊരു വർക്ക് ഞാൻ എല്ലാവരുടെ അടുത്തും കൂടി പറയുന്നതാണ്, ഏതൊരു വർക്ക് എവിടെ ബെറ്ററായിട്ട് ചെയ്യുന്നോ അവിടെ കൊടുക്കണം. അവിടെ ക്യാഷ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അവിടെ വണ്ടി നല്ല രീതിയിൽ പണി ചെയ്ത് കഴിഞ്ഞാൽ ഒരു രീതിയിലുള്ള കുഴപ്പമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും ചെയ്യുന്ന രീതിയുണ്ട്, തട്ടിക്കൂട്ട് പണിയൊക്കെ ചെയ്തു വയ്ക്കും. തട്ടിക്കൂട്ട് പണി ചെയ്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ ദോഷം നിങ്ങൾക്ക് തന്നെയാണ്. അപ്പോൾ ആ കാര്യവും മറന്നു പോകരുത്. പിന്നെ
പലരും ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത് എൻ്റെ വാഹനത്തിന് എത്ര രൂപ കോസ്റ്റ് ആയിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ രജിസ്ട്രേഷൻ കഴിഞ്ഞ് നാട്ടിൽ വന്നതിന് ശേഷം ഏതൊക്കെ പാർട്സുകൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ടെന്നൊരു വീഡിയോ ഞാൻ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വ്യക്തമായിട്ട് ഞാനത് പറഞ്ഞിട്ടുണ്ട്, എത്ര രൂപ കോസ്റ്റ് ആയെന്ന് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, അപ്പം അതിൻ്റെ കമൻറ്റ് സെക്ഷനിലാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടില്ല, കമൻറ്റ് സെക്ഷനിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ വാഹനം അത് ചെറിയ പണിയാണെങ്കിലും വലിയ പണിയാണെങ്കിലും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഏതൊരു വർക്ക്ഷോപ്പിലാണോ അവിടെ നമ്മൾ ചെയ്യണം. ഓക്കെ, പിന്നെ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ വാഹനത്തിൽ ശ്രദ്ധിക്കേണ്ടത്, അറിഞ്ഞിരിക്കേണ്ടത്, അതിനെ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ആ രീതി അനുസരിച്ചാണ് ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അത് ആർക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രൊമോഷനായിട്ടല്ല ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതും നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ഞാനിപ്പോൾ ഒരു വാഹനം കൊണ്ടുപോകുന്നു, അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു മെയിൻ്റെനൻസ് വരികയാണെങ്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള തകരാറ് വരികയാണെങ്കിലോ അത് ഇന്ന ഭാഗത്തുനിന്ന് വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട്, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ ഇതുവരെയും ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് പഴയകാല വീഡിയോസൊക്കെ നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അപ്പം ഇത് എല്ലാവരെയും അറിവിലേക്കാണ് ഷെയർ ചെയ്യുന്നത്. അപ്പം എത്ര രൂപ കോസ്റ്റായി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പഴയ വീഡിയോസിൽ കമൻറ്റ് സെക്ഷനിൽ ഇട്ടിട്ടുണ്ട്. അറിയില്ലാത്തവർക്ക് അത് നോക്കിയാൽ അറിയാൻ പറ്റും. ഓക്കെ.